പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2025 മെയ് മാസം 31 ശനിയാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചില്ലേ? ഓർത്ത് നോക്കി, എത്ര അത്ഭുതകരമായിട്ടാണ് കർത്താവ് നമ്മളെ സൂക്ഷിച്ചത്. ആ കൈകളെ ഒന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആ നല്ല കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞ് സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്ന കർത്താവിന് കരമുയർത്തിപ്പിടിച്ച് സ്തോത്രം പറഞ്ഞ് സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ നമ്മളെ ഉണർത്തിയ കർത്താവിന് കരങ്ങളെ ഉയർത്തിപ്പിടിച്ച് കർത്താവിന് സ്തോത്രം പറ. സ്തോത്രം അപ്പ, സ്തോത്രം അപ്പ, സ്തോത്രം സ്തോത്രം സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തുയേശുവിൽ നമ്മളെ ജയോത്സവമായി നടത്തുന്ന ദൈവത്തിന് ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. യഹോവ നല്ലവനല്ലോ, കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. ഒരിക്കലൂടെ കൈ ഉയർത്തി പറഞ്ഞ്, എൻ്റെ കർത്താവ് നല്ലവനാകുന്നു, കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകുന്നു. ഒരിക്കലൂടെ പറഞ്ഞാണ്ട്, എൻ്റെ കർത്താവ് നല്ലവനാകുന്നു, കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം അപ്പാ. ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. 100-ാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ ആ സങ്കീർത്തനക്കാരൻ പറഞ്ഞത്, 100-ന്റെ 1-2 വാക്യങ്ങൾ. സകല ഭൂവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് ആർപ്പിടുവീൻ, സന്തോഷത്തോടെ യഹോവയെ സേവിപ്പീൻ, സംഗീതത്തോടെ കർത്താവിൻ്റെ സന്നിധിയിൽ വരുവീൻ. യഹോവ തന്നെ ദൈവമെന്നറിവീൻ. കർത്താവ് നമ്മെ ഉണ്ടാക്കി, നാം കർത്താവിനുള്ളവരാകുന്നു. കർത്താവിൻ്റെ ജനവും കർത്താവും മേയ്ക്കുന്ന ആടുകളും തന്നെ. നമുക്കൊരുമിച്ച് പ്രാർത്ഥിച്ചാലോ? എല്ലാവരും കണ്ണുകളടച്ചേ. ഈ മാസത്തിൻ്റെ അവസാനത്തെ ദിവസമല്ലേ, നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങൾ ഈ മെയ് മാസം 31 ഒരുമിച്ച് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കഴിഞ്ഞ 30 ദിവസം നടക്കാത്ത ചില അത്ഭുതങ്ങൾ ഈ 31-ാമത്തെ ദിവസം ഞങ്ങളുടെ ജീവിതത്തിൽ യേശുവിൻ്റെ നാമത്തിൽ നടക്കട്ടെ. ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവേ, ചില അൺബിലീവബിൾ ടെസ്റ്റിമണീസ് ഈ ശനിയാഴ്ച ദിവസം യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതിനായിട്ട് സ്തോത്രം. അങ്ങേക്ക് അസാധ്യമായിട്ട് ഒരു കാര്യവുമില്ല, അങ്ങേക്ക് കഴിയാത്തതായ ഒരു കാര്യവുമില്ല. ആമേൻ. ഇന്നും അങ്ങേക്ക് സാധ്യമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇന്നും അങ്ങേക്ക് ചില പുതിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കഴിഞ്ഞ 30 ദിവസം നടക്കാതെ പോയത്, കഴിഞ്ഞ 30 ദിവസം ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ട് നടക്കാതിരുന്നത്, ഈ 31 യേശുവിൻ്റെ നാമത്തിൽ നടക്കട്ടെ. നസറേനായ യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ ഈ 31 പകൽക്കാലം ആ പ്രാർത്ഥിച്ച ചില വിഷയങ്ങളുടെ മറുപടികൾ യേശുവിൻ്റെ നാമത്തിൽ ഇന്നുണ്ടാകട്ടെ. ആമേൻ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആ ഇമെയിൽ വരട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആ ജോബ് ഓഫർ ലെറ്റർ വരട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആ കോൺട്രാക്റ്റിൽ നിന്ന് സൈൻ ആകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആ പ്രൊജക്റ്റിൽ നിന്ന് ഓപ്പൺ ആകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ചില മിറക്കിൾ, അൺബിലീവബിൾ ടെസ്റ്റിമണീസ് ഇന്നത്തെ പകൽക്കാലം യേശുവിൻ്റെ നാമത്തിൽ നടക്കുന്നതിനായിട്ട് സ്തോത്രം. രോഗികൾ സൗഖ്യമാകട്ടെ. നസ്രേനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ രോഗത്തിൻ്റെ അവസ്ഥകളും വിട്ടുമാറട്ടെ. നസ്രേനായ യേശുവിൻ്റെ നാമത്തിൽ ആരോഗ്യവും ആയുസ്സും ദൈവകൃപയും വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. എല്ലാ തരത്തിലുള്ള രോഗശക്തികളെയും ഞങ്ങൾ ബന്ധിക്കുന്നു. പ്രത്യേകിച്ച് കോവിഡിനാൽ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആ കോവിഡിൻ്റെ വൈറസ് നിർജീവമായി പോകട്ടെ. നിൻ്റെ കുഞ്ഞുങ്ങൾ ആമേൻ പൂർണ്ണ സൗഖ്യം പ്രാപിക്കട്ടെ. അത് മുഖാന്തരം ഉണ്ടായിരിക്കുന്ന സകല കോംപ്ലിക്കേഷനുകളും യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോട്ടെ. അതുപോലെ കർത്താവേ, ഇന്ന് പ്രഭാതത്തിൽ ബ്രെയിനകത്ത് ഇൻഫെക്ഷൻ വന്ന് മെനിഞ്ചൈറ്റിസ് പോലുള്ള ബുദ്ധിമുട്ടുകളാൽ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അവർ സൗഖ്യമാകട്ടെ. ഇന്ന് ഈ ശബ്ദം കേൾക്കുന്നവരെ നോക്കി യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ ഡിക്ലെയർ ചെയ്യുന്നു, ഇവർ ആരോഗ്യമുള്ളവരായി തീരട്ടെ. ദീർഘായുസ്സ് കൊണ്ട് ഇവർക്ക് തൃപ്തി വരുത്തണം. ദൈവത്തിൻ്റെ പ്രത്യേക കൃപയിൽ ഇവരെ സൂക്ഷിക്കുന്നതിനായിട്ട് സ്തോത്രം. കർത്താവേ, സാമ്പത്തികമായ ആവശ്യങ്ങളിൽ ദൈവിക വിടുതൽ പ്രവർത്തിക്കണമേ. പ്രത്യേകിച്ച് പ്രകൃതിയുടെ ദുരന്തം കാരണം, പ്രകൃതിക്ഷോഭം കാരണം ബുദ്ധിമുട്ടിൽ അനുഭവിക്കുന്നവർ അവരും വിടുവിക്കപ്പെടുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജോലിയില്ലാത്തവർക്ക് ജോലി ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കുഞ്ഞുങ്ങൾ, യൗവനക്കാർ, അവരെയൊക്കെ ഞങ്ങൾ ഓർക്കുന്നു. അവർ ആത്മാവിൽ നിറയട്ടെ, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് മുന്നേറുവാൻ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ, ലോകത്തെമ്പാടും കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നവരെയും ഞങ്ങൾ ഓർക്കുന്നു. കർത്താവ് അവരെ ശക്തമായിട്ട് ഉപയോഗിക്കണം. ഒരു ഉണർവുണ്ടാകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലോകവ്യാപകമായ ഒരു ആത്മീക ചലനമുണ്ടാകാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
കർത്താവ് അത്ഭുതം ചെയ്തിരിക്കുന്നതിന് നന്ദി. ക്രിസ്തുയേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രത്യേകമായി ഒരു കാര്യം പറയുവാനുള്ളത്, കർത്താവ് അനുവദിക്കുന്ന പക്ഷം നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 9:30 നമ്മൾ പ്രത്യേക ഒരു സ്തോത്ര പ്രാർത്ഥന ക്രമീകരിച്ചിട്ടുണ്ട്. എന്തിനാണെന്ന് ചോദിച്ചാൽ, നാളെ ജൂൺ മാസം 1-ാം തീയതി 2 കാര്യങ്ങളാണ് നമ്മൾ അതിൽ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, മെയ് മാസം നമ്മളെ അത്ഭുതമായി നടത്തിയ ദൈവത്തിന് സ്തോത്രം പറയണം. കഴിഞ്ഞ 5 മാസക്കാലം നമ്മളെ അത്ഭുതകരമായി നടത്തിയ കർത്താവിന് നമുക്ക് സ്തോത്രം പറയണം. പുതിയ മാസം ജൂൺ മാസം പ്രാർത്ഥിച്ച് നമ്മൾ പ്രവേശിക്കുവാൻ ആരംഭിക്കുന്നു. ആദ്യ ഭാഗം വിശുദ്ധമെങ്കിൽ ബാക്കിയൊക്കെ വിശുദ്ധമായിരിക്കും എന്നാണ് തിരുവഴുത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 1-ാം തീയതി നമ്മൾ ദൈവത്തോടു കൂടെ ചേർന്നിരുന്ന് പ്രാർത്ഥിച്ച് സ്തുതിച്ച് കർത്താവിനെ ആരാധിച്ച് പ്രവേശിക്കുമ്പോൾ പിന്നെ തുടർന്നുള്ള ആ ഒരു മാസം കർത്താവ് നമ്മളെ കരുതും എന്ന നമ്മുടെ ഫെയ്ത്തുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം, ആരും മിസ് ചെയ്യില്ല, എല്ലാവരും വരണം കേട്ടോ. 7 to 9:30 അത് നിങ്ങളുടെ ഒരു മാസത്തിന് വേണ്ടിയുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ്. ഒരു പുതിയ ജൂൺ മാസത്തിന് വേണ്ടി നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക കർത്താവിൻ്റെ സന്നിധിയിൽ. അതുകൊണ്ട് ആ ദിവസത്തെ നിങ്ങൾ ഉപേക്ഷയായി വിചാരിക്കരുത്. നിശ്ചയമായിട്ടും നിങ്ങളെല്ലാവരും അതിൽ പങ്കെടുക്കണം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് നമുക്ക് തന്നിരിക്കുന്നത് ലേവ്യ പുസ്തകം അതിൻ്റെ 6-ാം അധ്യായം 12-ാമത്തെ വാക്യം. അവിടെ പറയുന്നു, യാഗപീഠത്തിൽ തീ കെട്ടുപോകാതെ കത്തിക്കൊണ്ടിരിക്കണം. പുരോഹിതൻ ഉഷസ് തോറും അതിന്മേൽ വിറക് കത്തിച്ച് ഹോമയാഗം അടുക്കി വെച്ച് അതിന്മീതെ സമാധാന യാഗങ്ങളുടെ മേധസ് ദഹിപ്പിക്കണം. ലേവ്യ പുസ്തകം 6:12. ആമേൻ. അപ്പം അവിടെ പറയുന്നത്, പുരോഹിതൻ എല്ലാ ദിവസവും രാവിലെ, അതായത് പ്രധാനമായിട്ട് പുരോഹിതൻ ശ്രദ്ധിക്കേണ്ടത്, യാഗപീഠത്തിൽ കത്തിയിരിക്കുന്നതായ തീ കെട്ടുപോകാതെ സൂക്ഷിക്കണം. യാഗപീഠത്തിൽ കത്തിയിരിക്കുന്നതായ തീ കെട്ടുപോകാതെ എപ്പോഴും 13-ാമത്തെ വാക്യത്തിൽ അങ്ങനെ പറഞ്ഞു, യാഗപീഠത്തിന്മേൽ തീ കെട്ടുപോകാതെ എപ്പോഴും കത്തിക്കൊണ്ടിരിക്കണം. പ്രിയപ്പെട്ടവരെ ശ്രദ്ധിച്ച്, പലപ്പോഴും നമ്മളിപ്പം 7 ദിവസത്തെ റിസ്റ്റോറേഷൻ മീറ്റിംഗ് കഴിഞ്ഞിട്ടിരിക്കുന്നവരാണ്. അപ്പം ഒരു ആത്മീക ചലനം നമ്മുടെ ഉള്ളിലുണ്ടായി, ആത്മാവിൻ്റെ ഒരു തീ നമ്മുടെ ഉള്ളിൽ ആളി കത്തിയിട്ടുണ്ട്. പക്ഷേ പലരും ഈ തീ സൂക്ഷിക്കത്തില്ല. പല മീറ്റിങ്ങുകളിൽ പങ്കെടുക്കും, പക്ഷേ നമ്മുടെ ഉള്ളിൽ കത്തിയിരിക്കുന്നതായ ജ്വലിച്ചിരിക്കുന്നതായ ആ പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിയെ സൂക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ജോലിയാണ്. അപ്പോൾ ഇവിടെ പുരോഹിതന് കൊടുത്തിട്ട് കൽപ്പനയാണ്. ഇന്ന് പുതിയ നിയമത്തിൽ പുരോഹിതൻ ഞാനും നിങ്ങളുമാണ്. പുതിയ നിയമത്തിലെ യാഗപീഠം എന്ന് പറയുന്നത് നമ്മളാ ദൈവത്തിൻ്റെ മന്ദിരം. പഴയ നിയമത്തിൽ യാഗപീഠം വേറെയാണ്. അപ്പോൾ ആ പഴയ നിയമത്തിലെ യാഗപീഠത്തിൽ നീ എന്ത് ചെയ്യണം? കത്തിക്കൊണ്ടേയിരിക്കണം. ഇവിടെ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയാം, നമ്മുടെ ഉള്ളിലും എന്ത് കത്തിക്കൊണ്ടിരിക്കണം? പരിശുദ്ധാത്മാവിൻ്റെ തീ ഇങ്ങനെ ജ്വലിച്ചുകൊണ്ടിരിക്കണം. അതിന് പുരോഹിതനോടൊരു സിസ്റ്റം പറഞ്ഞു കൊടുത്തു. എല്ലാ ദിവസവും രാവിലെ ഉഷസ്സിൽ അധികാലത്ത് എന്ത് ചെയ്യണം? വിറക് അതിന്മേൽ അടുക്കണം, ബാക്കി കാര്യങ്ങളൊക്കെ ക്രമീകരിക്കണമെന്ന് പറഞ്ഞു. ഇതുപോലെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ പലരുടെയും ക്രിസ്തീയ ജീവിതത്തിൽ ഉന്നതി പ്രാപിക്കുവാൻ കഴിയാത്തത്, കർത്താവ് ആഗ്രഹിക്കുന്ന ലെവലിലേക്ക് നമുക്ക് പ്രവേശിക്കുവാൻ കഴിയാത്തതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ, നമ്മൾ പലപ്പോഴും ഇതിനെ ഒരു 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 ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്നില്ല. ഇതിന് പ്രത്യേകമായ ഒരു പ്രാധാന്യം കൊടുക്കുന്നില്ല. നമ്മൾ എന്നാ ചെയ്യും? നമ്മൾ മീറ്റിങ്ങിന് പോയി, നമ്മൾ മീറ്റിംഗ് കഴിഞ്ഞ് വന്നു, പിന്നെ ഈ അടുത്ത മീറ്റിങ്ങിലാണ് നമ്മൾ വീണ്ടും ചാർജ് ആകാൻ പോകുന്നത്. നോ, ഈ മീറ്റിങ്ങിൽ നമ്മുടെ ഉള്ളിൽ പകർന്നിരിക്കുന്നതായ പരിശുദ്ധാത്മാവിൻ്റെ തീയെ നമ്മൾ എന്ത് ചെയ്യണം? ജ്വലിപ്പിക്കണം. ആമേൻ. അതെങ്ങനെയാണ് ജ്വലിപ്പിക്കുന്നത്? വീണ്ടും നമ്മൾ പ്രാർത്ഥിക്കുക. പുരോഹിതൻ, പഴയ നിയമത്തിൽ പുരോഹിതൻ എന്ത് ചെയ്യുന്നു? പുരോഹിതൻ ഉഷസ് തോറും എന്നാ ചെയ്യും? ഉഷസ് തോറും അതിന്മേൽ വിറക് കത്തിച്ച് ഹോമയാഗം അടുക്കി വെച്ച് അതിന്മേൽ സമാധാന യാഗങ്ങളുടെ മേധസ് ദഹിപ്പിക്കണം. അപ്പോൾ ഈ തീ കത്തിക്കൊണ്ടിരിക്കും. നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത് പ്രാർത്ഥനയിലൂടെ ഈ തീയെ നമ്മൾ ജ്വലിപ്പിക്കണം. ആമേൻ. ദൈവവചന ധ്യാനത്തിലൂടെ ഈ തീയെ നമ്മൾ ജ്വലിപ്പിക്കണം. വിശ്വാസ പ്രഖ്യാപനങ്ങളിലൂടെ ഈ തീയെ നമ്മൾ ജ്വലിപ്പിക്കണം. ഹല്ലേലൂയ. ആമേൻ. തീയുള്ളവരുടെ നടക്കുന്നതിലൂടെ നമ്മുടെ തീയെ നമ്മൾ ജ്വലിപ്പിക്കണം. അതുപോലെ ദൈവം നമ്മൾ തന്നിരിക്കുന്നതായ കൃപകളെ നമ്മൾ ഉപയോഗിക്കുന്നതിലൂടെ നമ്മുടെ അഗ്നിയെ നമ്മൾ ജ്വലിപ്പിക്കുന്നവരായിത്തീരണം. അപ്പോൾ ഇന്ന് പ്രഭാതത്തിൽ കർത്താവ് നമ്മളെ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. അവൻ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വിട്ടിരിക്കുന്ന തീ കെട്ടുപോകാതെ സൂക്ഷിക്കേണ്ടത് നമ്മുടെ ജോലിയാണ്. അതുകൊണ്ടാണ് അപ്പോസ്തലൻ തീമോഥെയോസിനോട് പറഞ്ഞത്, അവൻ നിൻ്റെ മൂപ്പന്മാരുടെ കൈവപ്പിനാൽ നിന്നിൽ പകരപ്പെട്ടിരിക്കുന്ന കൃപാവരത്തെ നീ എന്ത് ചെയ്യണം? നീ ജ്വലിപ്പിക്കണം. അതിനെ ഉപേക്ഷയായി വിചാരിക്കരുത്, ജ്വലിപ്പിക്കണം. അപ്പോൾ തീ ആളി കത്തിക്കുക എന്നുള്ളത് നമ്മുടെ ജോലിയാണ്. അതുകൊണ്ട് പ്രാർത്ഥനയും ദൈവവചന ധ്യാനവും ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്നു. പ്രാർത്ഥനയും ഉപവാസവും, അതുപോലെ ഇപ്പോൾ നാളെയൊക്കെ നമ്മൾ മീറ്റിംഗ് വെക്കുന്നത്, അങ്ങനെയുള്ള മീറ്റിങ്ങുകൾ, അതുപോലെ മറ്റുള്ളവരുമായിട്ടുള്ള ആത്മീകന്മാരുമായിട്ടുള്ള കൂട്ടുകെട്ടുകൾ, ദൈവം തന്നിരിക്കുന്ന കൃപാവരങ്ങളെ ഉപയോഗിക്കൽ, ഇതൊക്കെ എന്താക്കി മാറ്റും? നമ്മുടെ ആത്മീക ജീവിതത്തെ
കൂടുതൽ ജ്വലിപ്പിക്കുവാനിടവരും കേട്ടോ. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവം പകർന്നിരിക്കുന്ന കൃപകളെ ജ്വലിപ്പിക്കുന്നവരായി തീരുക, കെട്ടുപോകരുത് കേട്ടോ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽക്കരയിലെ മണൽത്തരി പോലെയും അത്യന്തം വർദ്ധിച്ചു വരിക. വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവേർഡ്. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു. മറക്കരുത് നാളെ വൈകിട്ടത്തെ മീറ്റിംഗ് കേട്ടോ. അത് വെരി ഇമ്പോർട്ടൻറ്റ്. ഗോഡ് ബ്ലസ് യു.